അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. കള്ളോ? എടാ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അമ്പലത്തിൽ പോയി എന്നുള്ളത് സത്യമായിരിക്കാം, പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നിങ്ങൾ പോയത് അമ്പലത്തിലേക്ക് മാത്രമാണോ? പറ എന്റെ. അതെ, ഞാൻ അമ്പലത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. കള്ളം കള്ളം കള്ളം. എടാ ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. നീ വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടുന്നതാ. ഹലോ മാഡം. സ്റ്റോപ്പ് ഇറ്റ് ഗൗതം. മാഡം എന്നോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോ കള്ളം പറയുന്നത്. നിങ്ങളിപ്പോ പോയത് എന്റെ ജീവൻ എടുക്കാൻ നടക്കുന്ന ആ CKCയെ കാണാനല്ലേ? എന്താ അന്തം വിട്ട് നിൽക്കുന്നത്? നിങ്ങൾ പോയത് അമ്പലത്തിലേക്കൊന്നുമല്ല, എന്നെ എങ്ങനെ തീർത്ത് കളയാന്ന് CKCയുമായിട്ട് ചർച്ച ചെയ്യാനായിരുന്നു, ശരിയല്ലേ? സബ്ജക്റ്റിലേക്ക് എത്തി. ഇനി വസന്തരയ്ക്ക് ഓണമാണ്. ഗൗതം, അങ്ങനെയൊന്നും അല്ല. നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. മതി. നിങ്ങൾ CKCയുമായിട്ട് സംസാരിക്കുന്നതും കൈ കൊടുക്കുന്നതും പിരിയുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രമല്ല, ദാ ഇവൾ നിധി ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഗൗതം, എന്തേ പറയുന്നത്? സത്യാണോ? ആണമ്മേ, പകൽ പോലെ സത്യം. ഇവരെ വിശ്വസിക്കരുത്. എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന ദ്രോഹിയാണ് ഈ നിൽക്കുന്ന സ്ത്രീ. ഗൗതം മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ കണ്ടതൊന്നും സത്യമല്ല. എന്ത് സത്യമല്ലെന്ന്? ഞാനും കണ്ടതല്ലേ എല്ലാം. CKCയെ കണ്ടിട്ടില്ലെന്ന് ഇനിയും കള്ളം പറയാനാണോ നിങ്ങളുടെ ഉദ്ദേശം? വസു, എന്താ ഉണ്ടായത്? നീ അത് പറ. എടുത്തി, ഇവര് വെറുതെ ഓരോന്നും പറയാ. ആര് വെറുതെ പറയുന്നു? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിട്ട് ഇപ്പൊ ഞങ്ങളായ കുറ്റക്കാര്. ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കണം. ഞങ്ങൾ രണ്ടുപേരും കണ്ണുകൊണ്ട് കണ്ടത് സത്യമാണോ അല്ലയോ? അതെ, സത്യം തന്നെയാ. ഞാൻ CKCയെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ നിധി വിചാരിക്കുന്നത് പോലെ, നീ അവനെ ധരിപ്പിച്ചതുപോലെ ഗൗതമിനെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊന്നും അല്ല ഞാൻ CKCയെ കണ്ടത്. പിന്നെന്തിനാ ഇള പോയി കണ്ടേ? നിങ്ങളും CKCയും മാത്രമല്ലായിരുന്നു. മുനിസിപ്പൽ പാർക്കിൽ വെച്ച് എന്നെ കൊല്ലാൻ കത്തിയുമായിട്ട് വന്ന ആ വാടക ഗുണ്ടയും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വസു, എന്താ ഇത്? എന്റെ മോനെ കൊല്ലാൻ വന്നവനുമായിട്ട് നിനക്കെന്താ വസു ബന്ധം? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എന്തൊക്കെയാ നടക്കുന്നത് എന്റെ ഈശ്വര? ശരവണൻ എന്ന് പറയുന്ന വാടക കൊലയാളിയും ഇവരുടെ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു. പറ വസു, നിനക്ക് ആ ഗുണ്ടയുമായിട്ട് എന്താ ബന്ധം? എടുത്തി, എന്നെ ഒന്ന് വിശ്വസിക്ക്. അവിടെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ. പക്ഷേ അവനാണ് ഗൗതമിനെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കണ്ടോ, ഇതിനെയാണ് അഭിനയം എന്ന് പറയുന്നത്.
ആ കൊലയാളി ശരവണനും CKCയുമായിട്ട് ഒരു സ്ത്രീക്ക് കണക്ഷൻ ഉണ്ടെന്ന് DCP പറഞ്ഞപ്പോ അത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അയ്യോ ഗൗതം, ഞാൻ എല്ലാം കൈയോടെ പിടികൂടിയപ്പോ അമ്പലത്തിൽ പോയെന്ന പുതിയ കള്ളമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? സത്യം പറ, അന്ന് ആ മുനിസിപ്പൽ പാർക്കിൽ വെച്ച് എന്നെ കൊല്ലാനായിട്ട് കത്തിയും കൊടുത്ത് ആ ശരവണനെ അയച്ചത് നിങ്ങളല്ലേ? അയ്യോ ഗൗതം, ആന്റി, എന്താ ഇത്? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ എന്റെ മോനെ കൊല്ലാൻ നോക്കിയത്? എടുത്തി, ഞാൻ മിണ്ടി പോകരുത് നീ. ഇനിയൊരു വാക്ക് മിണ്ടിയ കൊന്നുകളയും ഞാൻ. എന്നാലും നിനക്കിതെങ്ങനെ മനസ്സ് വന്നടി ദ്രോഹി? എന്റെ മോൻ എന്ത് ദ്രോഹം നിന്നോട് ചെയ്തത്? നിന്നെ അമ്മാന്ന് വിളിച്ചതാണോ ഇവൻ ചെയ്ത തെറ്റ്? ആഹാ, ഒരു കുടുംബം ഇങ്ങനെ അടിച്ച് കോഞ്ഞാട്ടയാവുന്ന കാണാൻ എന്ത് രസം. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഞാൻ ഒരിക്കലും ഗൗതമനെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ നീ എന്തിന് ചന്ദ്രബോസിനെ കാണാൻ പോയി? എന്തായിരുന്നു ആ ഗുണ്ടയുമായിട്ടുള്ള ഏർപ്പാട്? പറ. അവന് പകരം ഒരു ഇരയായി ഞാൻ നിധിയെ അങ്ങോട്ട് ഇട്ടുതരാം. അവൾ എന്ന ശല്യം ഒഴിവാവണം. ഗൗതമിനെ സേഫായി എനിക്ക് തിരികെ കിട്ടുകയും വേണം. പറ്റൂ CKCക്ക്? ഇൻട്രസ്റ്റിംഗ് വസുന്ധര. ഇങ്ങനൊരു വെടിനിർത്തൽ വസുന്ധര പ്രഖ്യാപിക്കുമ്പോൾ നോ എന്ന് പറയുന്നത് എങ്ങനെ? എഗ്രീഡ്.